വിഘ്നേഷേ എങ്ങോട്ടാ? ഞാൻ ബാങ്കിലോട്ട് ഒരു ആർ.ഡി കൂടാൻ. സാറല്ലേ പറഞ്ഞു 20% ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞിരുന്നതല്ലേ ഈ വീഡിയോ കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ എന്ന്. ആട്ടെ, ഈ ആർ.ഡിക്ക് എത്ര ശതമാനം ഇൻട്രസ്റ്റ് ലഭിക്കും? ഒരു 6% കിട്ടും. മോനി ഇൻഫ്ലേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഇൻഫർമേഷൻ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കളിക്കില്ല. പോലെ ബാക്കി പറഞ്ഞിട്ട് പോകും. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പം. ഇന്ത്യയിൽ ഇത് അപ്രോക്സിമേറ്റ്ലി 6%. ഇപ്പോൾ നമ്മളിപ്പോൾ 100 രൂപയ്ക്ക് മേടിക്കുന്ന ഒരു സാധനം അടുത്ത വർഷം അതിന് 106 രൂപയാകും. നമ്മൾ ആദ്യം കൊണ്ട് നിക്ഷേപിച്ചാൽ എത്ര ശതമാനം ഇൻട്രസ്റ്റ് കിട്ടുന്നത്? 6 അല്ലെങ്കിൽ 6.5%. അതിന്റെ അർത്ഥം ഈ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നില്ല നമ്മുടെ തുക. അതുകൊണ്ട് തന്നെ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആകുന്നില്ല, സേവിങ് മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ പൈസ കൈ വെറുതെ സൂക്ഷിച്ചാലും നഷ്ടമാണല്ലേ? ചെറിയ നഷ്ടമല്ല, വലിയ നഷ്ടം തന്നെയാണ്. ഓരോ വർഷം ഈ 6% വെച്ച് കുറഞ്ഞാൽ 100 എന്നുള്ളത് 94 രൂപയായി മാറും. അടുത്ത വർഷം 87ലേക്ക് പോകും. 20 വർഷം കൊണ്ട് 31 രൂപയായിട്ട് അതിന്റെ മൂല്യം കുറഞ്ഞു പോകും. ഏറ്റവും നല്ല ഓപ്ഷൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. SBIയിൽ ആർ.ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഇൻട്രസ്റ്റിന്റെ പല മടങ്ങായിരിക്കും നിങ്ങൾ SBIയുടെ സ്റ്റോക്ക് മേടിച്ച് ലോങ് ടൈമിൽ ഹോൾഡ് ചെയ്ത ശേഷം വിൽക്കുമ്പോൾ ലഭിക്കുന്നത്. റിസ്ക് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് മ്യൂച്വൽ ഫണ്ടാണ്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ കൃത്യമായിട്ട് ചെയ്താൽ അത് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമ്മളെ നയിക്കും. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മികച്ചൊരു ഇൻവെസ്റ്റ്മെന്റ് തന്നെ. ഈ 6% മേൽ ഇൻട്രസ്റ്റ് കിട്ടുന്ന പല FDകളും ആർ.ഡികളും ഉണ്ട്. അത് നൽകുന്ന ധനകാര്യ സ്ഥാപനങ്ങളുടെ ക്രെഡിബിലിറ്റി പഠിച്ചിട്ട് വേണം നമ്മൾ അവിടെ നിക്ഷേപിക്കാൻ. നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ പലതായിട്ട് തിരിച്ചിട്ട് പല ആവശ്യങ്ങൾക്കായിട്ട് മാറ്റിവെച്ചാൽ അത് ഏറ്റവും സുരക്ഷിതമായിരിക്കും. തീർന്നില്ല കേട്ടോ. മെച്ചപ്പെട്ട ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ അനുഭവസ്ഥർ കമന്റ് ബോക്സിൽ പറയും. ഇൻസ്പയർ വിത്ത് അനീഷ് മോഹൻ.